ബാലിയിലേക്ക് ആളുകൾ വരുന്നത് സൈറ്റ് സീയിങ്ങിന് മാത്രമല്ല. ബാലിയിലെ വൺ ഓഫ് ദ മേജർ റിക്രിയേഷണൽ ആക്ടിവിറ്റിയാണ് സർഫിംഗ്. സർഫിംഗ്, ബീച്ച് ഹോപ്പിംഗ്, ക്ലിഫ് സൈഡ് കഫേ എന്നിവയ്ക്കൊക്കെ ഫേമസ് ആണ് ബാലിയിലെ ഉലുവാട്ടു. ഇനിയുള്ള 2 ദിവസം ഞങ്ങൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുകയാണ്. മാത്രമല്ല, ഞങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സൺസെറ്റും ഇവിടെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഉലുവാട്ടു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ്? ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെവിടെയാണ്? നമ്മൾ ഹൈഡവേ വില്ലയിൽ ഇന്നലെ വന്നിട്ട് ചെക്ക് ഇൻ ചെയ്തായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് രാവിലെ നമ്മുടെ റൂമിന് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു ബാലിയിൽ വന്നിട്ട് ചെറിയ രീതിയിലെങ്കിലും ഒരു ബുഫേ കാണുന്ന ആദ്യമായിട്ടാണ്. കാരണം ഇത്രയും ദിവസം ഞങ്ങൾ നിന്ന ഹോട്ടലിലെല്ലാം ബുഫേ ഒന്നുമില്ല. നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം ഒരു സെറ്റ് ഓഫ് മെനു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, അത് നമുക്ക് അവർ തരും. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഒരു ബുഫേ കണ്ടത്. ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് കോൺഫ്ലേക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ, ഫുള്ള് ബ്രെഡ് ഐറ്റംസ്, കുറച്ച് പാറ്റീസും അങ്ങനത്തെ സാധനങ്ങളും, പിന്നെ നമുക്ക് സൂപ്പുണ്ട്, സാലഡ് ഐറ്റംസ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ബുഫേയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്യണം. അതിനവർ മെനു തന്നിട്ടുണ്ട്. അറിയില്ല, 1 ഐറ്റം എന്നാ പുള്ളി പറഞ്ഞതെന്ന് തോന്നുന്നു. എല്ലായിടത്തും അങ്ങനെയാണ്. മെയിൻ ഡിഷ് എന്ന് പറയുന്നത് ഒരൈറ്റം, അത് ഏതെങ്കിലും നമ്മൾ ഓർഡർ ചെയ്യണം. സമയം എടുക്കുമെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യട്ടെ, കഴിച്ചിട്ട് വേണം പുറത്തോട്ട് പോകാൻ. ഞങ്ങൾ ന്യൂസ ദുവ പോവാന്ന് പ്ലാൻ ഉണ്ട്, പക്ഷെ നല്ല മഴയുണ്ടല്ലേ ഇപ്പോൾ. അത്യാവശ്യം ഇങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കുക. വെളുപ്പിനെ തൊട്ടേ മഴയുണ്ട്. വെളുപ്പിനല്ല, ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ മഴയാണ്. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നല്ലേ. രാഹുൽ എന്താ ഓർഡർ ചെയ്ത്? പാൻ കേക്ക്, ഫ്രഞ്ച് ടോസ്റ്റ്, പിന്നെ സ്ട്രോബെറി കട്ട് ചെയ്തിട്ടുണ്ട്, ബനാന അല്ലേ. ഓക്കെ, എൻ്റെ ഫുഡ് എന്താണെന്നോ? രാവിലെ തന്നെ കേക്ക്. രാവിലെ സ്റ്റേക്കും കുറച്ച് സാലഡും. സാലഡാണ് അത്? മഷ്റൂം ആണ് സാലഡാ? ചീരയല്ലേ അത്? ചീരയല്ല, ലെറ്റസ്. അപ്പം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ന്യൂസ ദുവ പോട്ടെ. ന്യൂസ ദുവ പോയിട്ട് അവിടെ നിന്ന് ബാക്കി കാണിച്ചു തരാം. അപ്പം മഴയത്തൂടെ ഓടിക്കുക അല്ലേ. എങ്ങനെയുണ്ട് മഴയത്ത് ഡ്രൈവിംഗ്? ഇവിടെ റോഡ് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ ഫോറിനേഴ്സ് ആയിരിക്കും കേട്ടോ. കാരണം നമുക്ക് ഇത് കുഴപ്പമില്ല. കാരണം സിംഗിൾ ഇത് മറ്റേ എന്താ ഡിവൈഡ് അല്ലാത്ത റോഡ് നമ്മൾ സ്ഥിരം ഓടിക്കുന്നില്ലേ, നാട്ടിലൊക്കെ സ്ഥിരം ഓടിക്കുന്നില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ വേറെ റോഡിന് അത്രയും മോശമൊന്നും അല്ല അല്ലേ, ഗട്ടറൊന്നും ഇല്ല. നമ്മൾ ആകെ മറ്റേ അങ്ങോട്ട് പോയപ്പോഴാണ് ഇച്ചിരി മോശം റോഡ് വന്നല്ലേ. ന്യൂസാപ്പനിയുടെ കുറച്ച് മോശം റോഡായിരുന്നു. ഐലൻഡ് ആണല്ലോ. ഊബത്തിലൊന്നും നമുക്ക് അങ്ങനെ അത്രയും മോശം റോഡൊന്നും ഇല്ല, ഇവിടെ ഇല്ല. ചെറിയ റോഡാണ്, ചെറിയ റോഡ്. മറ്റേ കയറ്റം ഇറക്കം കുറെ ഉണ്ട്. പക്ഷെ തിരുവനന്തപുരത്തൊക്കെ ഓടിച്ചവർക്ക് അത് ഒരു പ്രശ്നമില്ല. മറ്റേ വയനാട്, ഇടുക്കിയിൽ അത്ര റോഡില്ല അല്ല. ഇടുക്കിയിലത്തെ കയറ്റം പോലത്തെ അത്രയും കയറ്റമുള്ള റോഡൊന്നും ഇല്ല. ചെറിയ കയറ്റം, ചെറിയ കുന്നൊക്കെ പറയത്തില്ലേ, ലേശം ഒന്ന് കയറുക എന്താക്കുക, അത്രേ ഉള്ളൂ. വെള്ളക്കെട്ട്, ബാലിയിലെ വെള്ളക്കെട്ട്. നമ്മള് ബൈക്കാണ് എടുത്തിരുന്നെങ്കിൽ ഇന്നിപ്പോ ഞങ്ങള് പെട്ടുപോയേനെ. അതെ, കാരണം ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ മഴയാ. ഓൾമോസ്റ്റ് ഇന്ന് രാവിലെ വരെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ വിചാരിച്ചു ഒരു 9-10 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മാറുമായിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ 9 മണിയായി ഇവിടുത്തെ, എന്നാലും ചേഞ്ച് ഇല്ല. ചേഞ്ച് ചാറിക്കൊണ്ടേയിരിക്കുക. പിന്നെ ഇവിടുത്തെ ആൾക്കാർ മഴയാണെങ്കിൽ എന്തേ ബൈക്കിൽ ഇങ്ങനെ റെയിൻ കോട്ടൊക്കെ ഇട്ട് എല്ലാം മറ്റേ വവ്വാല് പോകുന്ന പോലെ പോവാ അല്ലേ. എല്ലാം നല്ല റോഡും നല്ല ഏരിയ അല്ലേ. ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ഉബുദിലാണ് ഒരു തുള്ളി സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഇതെന്ന് പറയാം, വെള്ളക്കെട്ട്. പിന്നെ വെള്ളക്കെട്ട്.
ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കിയത് ഒരു ചെക്ക് പോയിന്റ് ആയിരുന്നു. ന്യൂസാദ ബീച്ചിലോട്ടുള്ള ചെക്ക് പോയിന്റാ? ബീച്ചിലോട്ടുള്ള എനിക്ക് ഇതെന്തോ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ കൂടിയുള്ള വഴിയാണ്. പ്രോപ്പർട്ടി അല്ലെങ്കിൽ മേ ബി ഗോൾഫ് അങ്ങനെയല്ല, സംതിങ് എന്താണ് ന്യൂസാദുവ ബാലി. ഓക്കെ. എന്നുവെച്ചാ ഈ സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. അതുവഴി കേറിയിട്ട് ന്യൂസാദുവ ബീച്ച് പോകുന്നതുകൊണ്ടാണ് ഇത്. ഹോട്ടൽ തന്നെയാണ് അത്. ITD കുറെ തിയേറ്റർ, ഹോസ്പിറ്റൽ, സെറനിറ്റി, കുറേ സാധനങ്ങളുണ്ട്. ഒരു മറ്റേ ഒരു ഫുള്ളൊരു ഏരിയ അങ്ങനെയാണ്. കുറച്ച് കറങ്ങി തിരിഞ്ഞ് ഞങ്ങള് ന്യൂസാദുവ ബീച്ചിലോട്ടുള്ള വഴി കണ്ടുപിടിച്ചു. മാപ്പിൽ ആദ്യം ഇട്ടപ്പോഴും ഏതോ റിസോർട്ടിന്റെ ഉള്ളിൽ കൂടെ അല്ലേ. ഈ റോഡിൽ എന്തോ പണി നടക്കുന്ന കാരണം ബ്ലോക്ക് എന്ന് കാണിച്ചേക്കുന്നു. അതായത് മാപ്പിൽ മറ്റേ റെഡ് ക്രോസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ റൂട്ടാ കാണിച്ചത്. ആ റൂട്ട് പണി നടന്നു കാണും. ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. ഭയങ്കര കൺഫ്യൂസിംഗ്. ഞങ്ങൾ ന്യൂസാദുവ ബീച്ചിലെത്തി. ഇവിടെ എന്തോ കൺസ്ട്രക്ഷനൊക്കെ നടക്കുക, ഫുള്ള് പണി നടക്കുക. ആളും തിരക്കും ഒന്നുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ ജസ്റ്റ് നടക്കുമായിരുന്നു അങ്ങോട്ട്. അവിടെയാണ് പിന്നെയും കുറച്ച് ഷാക്സ് ഒക്കെ ഉള്ളത്. ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുക. മേലിയ ബാലിന്ന് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല അധികം നേരം. കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുക. അപ്പോൾ ഒരു പുള്ളിക്കാരൻ വന്ന് ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ കൺസ്ട്രക്ഷൻ കാരണം കുറച്ച് ഇതാണ്, ഡേഞ്ചറാണ്, നിങ്ങൾക്ക് ഇവിടെ അധികം സ്പെൻഡ് ചെയ്യേണ്ട, അങ്ങോട്ടൊക്കെ നടക്കാം, അവിടെ നടന്നോ, അങ്ങോട്ടൊക്കെ പോയിക്കോ, അവിടെ ഷാക്കൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു. എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെയാണ് ഓരോന്നും പറയുന്നത്. കാണുമ്പോൾ തന്നെ ഭയങ്കര പ്ലസൻ്റായിട്ട് തോന്നുന്നു നമുക്ക്. ബീച്ച് സാധാ ബീച്ച്, വലിയ ഇതൊന്നുമില്ല. പിന്നെ രാവിലെ ആയതുകൊണ്ടായിരിക്കും അധികം തിരക്കുമില്ല. എന്നാൽ നമുക്ക് വാട്ടർ ബ്ലോ പോയാലോ? അപ്പോൾ ഇവിടെ വാട്ടർ ബ്ലോ ഉണ്ട്. ആക്ച്വലി ഇതൊക്കെ റിസോർട്ട്സാണ്. ഈ സൈഡ് ഫുള്ള് ഇങ്ങനെ റിസോർട്ട്സ് ഫുള്ളുണ്ട്. ലെൻസിൽ ഇത് കയറി, ഫോഗ് കയറി. ഇതാ ഇവരുടെ ഒരു അമ്പലം. Melia Bali, please do not walk through this area. Thank you for your cooperation. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് ഒരു എനർജി അല്ലേ? ഞങ്ങൾ ന്യൂസാദുവ ബീച്ചൊന്ന് തിരിച്ച് വാട്ടർ ബ്ലോ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുവഴി ഇങ്ങനെ ഉള്ളിലോട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ബഗ്ഗി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ബഗ്ഗിയിൽ നമ്മളെ കൊണ്ടാക്കാമെന്ന്. പക്ഷെ കാശ് കൊടുക്കണം കേട്ടോ, ചുമ്മാ അതല്ല. 10K പെർ പേഴ്സൺ. എത്ര ദൂരം നടക്കാറുണ്ടെന്നൊന്നും അറിയില്ലല്ലേ. ഇപ്പോൾ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് നടക്കാനുണ്ട്. ഓൾമോസ്റ്റ് 800 മീറ്റർ നടക്കാനുണ്ട്, 1 കിലോമീറ്ററിൻ്റെ. പിന്നെ അങ്ങനെയല്ല, ഇവിടുത്തെ സൈഡ് ബാക്കി ആക്ടിവിറ്റീസ് ഒന്നും തുറന്നിട്ടില്ല, ഓപ്പൺ ആണ്. അവിടെ നിന്നത് ഇറങ്ങി ഇങ്ങനെ ചുറ്റിയിട്ട് പുറത്തു പോകണം. നന്നായില്ലേ? എല്ലായിടത്തും മറ്റേ രാമനും ഇത് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു വലിയ തിരയൊന്നും ഉണ്ടാവില്ല എന്നല്ലേ, വലിയ വാട്ടർ ബ്ലോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ക്ലൈമറ്റും ഈ ടൈമോ. ഇവിടെയൊക്കെ തിരയടിച്ച് വരും, പക്ഷെ ഇപ്പോൾ ഒന്നുമില്ലല്ലേ.
അയ്യോ തിരയടിച്ചെങ്കിൽ നല്ലായിരുന്നല്ലേ. എല്ലാവരും കണ്ടിട്ടുണ്ടോ മറ്റേ വീഡിയോസ് മറ്റേ ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ തേരയടിച്ച് ഇങ്ങനെ അല്ലേ, തേരയടിച്ച് ഇങ്ങനെ ബാക്കിൽ കൂടി ഫുള്ളി എനിക്കറിയാലോ. ഇവിടെ തന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇവിടെയൊക്കെ വന്ന് ഇവിടെ ഹെവി തിര വന്നടിക്കും. അപ്പം എല്ലാവരും ഇവിടെ വരുന്നത് ശരിക്കും ഫോട്ടോ എടുക്കാൻ ഇതിനാ. അതാണ് ടിക്കറ്റ് എടുത്തപ്പോഴേക്കും അവർ പറഞ്ഞത് ഇപ്പം ടൈഡില്ല, അപ്പം ലോ വേവ്സ് ആണ്, അപ്പം എടുക്കുന്നുണ്ടോ എന്ന് വീണ്ടും ചോദിച്ചു. കാരണം നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അവരെ വന്ന് തെറി പറയണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും. എന്തായാലും ഇവിടെ വരെ വന്നില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വന്ന് കണ്ടെന്നേ ഉള്ളൂ അല്ലേ. നമ്മൾ ടിക്കറ്റ് എടുത്ത് വന്നതിനും പ്രമാണിച്ചെങ്കിലും ഒരു കുഞ്ഞെ തിരയടിച്ചെങ്കിൽ അല്ലേ കാണാറുണ്ട്. സന്തോഷത്തോടു കൂടി തിരിച്ചു പോകാറുണ്ട്. നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കണം നിർബന്ധം തോന്നി. ഇല്ല കണ്ടാ മതി. ഈ റോക്കൊക്കെ ആണോ അറ്റത്ത് പോകുന്നുണ്ട്. അതാ റോക്കിന്റെ മുകളിൽ കയറിയാലേ കാണാൻ പറ്റുള്ളൂ. ഈ റോക്കൊക്കെ എന്ത് ഡേഞ്ചറസ് അല്ലേ, മീൻസ് അറ്റം കണ്ട കൂർത്തിരിക്കുക. അങ്ങനെ വാട്ടർ ബ്ലോ ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളൊരു വ്യൂ പോയിന്റ് വന്നതാ. എൻട്രൻസിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് കയറി കണ്ടിട്ട് പോവാ വെച്ചു. ഓ ഇതാണ് നമ്മൾ അടുത്തുള്ള നല്ല ബീച്ച്. അവിടെ എടുക്കുവാണെങ്കിൽ അവിടെ പോയി ഫോട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ നല്ല ആള് വരുമെന്ന് തോന്നുന്നു. തിരക്കുണ്ടാവുമായിരിക്കും അല്ലേ. ഞങ്ങൾ ബനോവ ബീച്ച് വന്നതാ. ബനോവ ബീച്ചിൽ ആണ് കൂടുതലും ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത്, വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ജെറ്റ് സ്കീയും ബോട്ടിങ്ങും പാരാഗ്ലൈഡിങ്ങും പാരാസൈലിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇന്ന് കുഴപ്പമില്ലാതെ വെയിലും ഇല്ല. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം ആക്ടിവിറ്റീസൊക്കെ ചെയ്താലും നമുക്ക് വലിയ പ്രശ്നം വരില്ല. ഞങ്ങൾ ഇറങ്ങുന്നില്ല. ഞങ്ങൾ ആക്ടിവിറ്റീസൊന്നും ചെയ്യുന്നില്ല എന്ന് ഓൾറെഡി തീരുമാനിച്ചത് കൊണ്ട് ഇറങ്ങുന്നില്ല. അപ്പോൾ രാവിലെ ജസ്റ്റ് കാറിലിരിക്കുക. ഞാനിങ്ങനെ എന്താണ് ആക്ടിവിറ്റീസൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയത്. രാവിലെ ഇതേ കാറിൽ തന്നെ ഇരിപ്പുണ്ട്. ഇവിടെയാണ് അപ്പോൾ വാട്ടർ സ്പോർട്സ് എല്ലാം നടക്കുന്നത്. അവിടെ ഫുള്ള് തിരക്കാണെന്ന്. വാട്ടർ സ്പോർട്സ് ഒക്കെ നടക്കുന്നത്, പാരാഗ്ലൈഡിങ് ഒക്കെ നടക്കുക. നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടല്ലേ ഈ ബനോവയിലത്തെ ഒരു കുഞ്ഞ് റിസോർട്ട് നമ്മൾ നോക്കിയില്ല. അവിടെ നിന്നിട്ട് പിന്നെ വാട്ടർ ആക്ടിവിറ്റി വേണ്ടാന്ന് വെച്ചിട്ടാണ് ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ബീച്ച് ഹോപ്പിങ്ങിൽ ഞങ്ങൾ ഗെയ്ഗർ ബീച്ച് അല്ലേ, ഗെയ്ഗർ ബീച്ച് എത്തി. ഇവിടെ അത്യാവശ്യം വൈബൊക്കെ ഉണ്ട്. നല്ലത്. പുള്ളി പറഞ്ഞു ടിക്കറ്റ് എടുത്തപ്പോൾ മറ്റേ മഴ ആയതുകൊണ്ട് തിരക്ക് കുറവാണ്, ഭയങ്കര കാമാണ്. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് പീസ്ഫുള്ളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തന്നെ പറഞ്ഞു ഇങ്ങനെ വരും. നല്ല വൈബായിരിക്കും. അവിടെ ടെമ്പിളും ഉണ്ടോ ആണെന്ന് തോന്നുന്നു. അതെ അവിടെ ആ ടെമ്പിൾ ഞാൻ പറഞ്ഞല്ല. ദൂരം ഒരു ടെമ്പിളുണ്ട്. ആഴമില്ല കണ്ടോ, കറക്റ്റ് മറ്റേത് ആഴമുള്ളതാണ്. ഇത് ബ്ലൂ ആയിട്ട് കിടക്കുന്നുണ്ട്, ആഴം കുറവുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ആ ബീച്ചിൻ്റെ അവിടെ ഒരു ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയത്. അപ്പം നല്ല മഴക്കാർ വന്നപ്പോൾ തന്നെ അവർ വേഗം കുടയൊക്കെ മടക്കി. മഴ പെയ്യുമായിരിക്കും മിക്കവാറും. നല്ല മഴക്കാർ വരുന്നുണ്ട്. ചെറിയ തിരക്കുമായി തുടങ്ങി, ആൾക്കാരൊക്കെ വന്നു തുടങ്ങി.
ബീച്ച് ഹോപ്പിങ്ങിൻ്റെ അടുത്ത ബീച്ചിൽ ഞങ്ങളെത്തി. പുര ഗേഗർ ബീച്ച്. ഇവിടെ ഒരു അമ്പലമുണ്ട്, അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു ബീച്ച്. നേരത്തെ ബീച്ചിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ മാറിയിട്ട്, 1.5 കിലോമീറ്റർ മാറിയിട്ട് ജസ്റ്റ് ഒരു ബീച്ച്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പറ്റിയാൽ ഇവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് റിസോർട്ടിലോട്ട് തിരിച്ചു പോവാം. ഭയങ്കര ലാഭമാണ്. അതിന്റെ പകുതി കാശില്ലല്ലേ? പകുതിയുടെ അതെ. മീൻ കോരങ്ങിനൊക്കെ എത്രയായിരുന്നു? 40. ഞങ്ങള് അവിടെ നിന്നൊക്കെ കഴിച്ചത് ഓൾമോസ്റ്റ് 120-130 ആ ഒരു റേഞ്ചൊക്കെ ആയി. ഇതാണ് അമ്പലം. എനിക്കൊന്ന് അമ്പലത്തിലോട്ട് നമുക്ക് എൻട്രി ഉണ്ടാവില്ല, നമുക്ക് ബീച്ചിൽ മാത്രമേ പോകാം. ജസ്റ്റ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വിചാരിച്ചു ആ അമ്പലത്തിലൊന്ന് നോക്കിയിട്ട് വരാം. മിക്കവാറും എൻട്രി ഉണ്ടാവില്ല, പുറത്തുള്ള ആൾക്കാർക്ക് മിക്കവാറും എൻട്രി ഉണ്ടാവില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങോട്ട് ജസ്റ്റ് അതുവരെ ഒന്ന് നടന്ന് നോക്കിയിട്ട് ബീച്ചിലോട്ട് പോവാന്ന് വിചാരിച്ചു. ഇപ്പൊ വാട്ടർ ഫ്ലോ പോയാ ചിലപ്പം തിരയുണ്ട്. ആ ദേ ഇവിടെ സർഫിങ് ചെയ്യുന്നുണ്ട് കേട്ടാ. തിരയുണ്ട്. ആ ഇവിടെ ഗേറ്റ് പൂട്ടിയിട്ടേക്കുക. ഇത് നമ്മൾ അപ്പുറത്തെ ഗേഗർ ബീച്ചിൽ നിന്ന് കണ്ട ടെമ്പിളാ, ഗേഗർ ബീച്ചിന്റെ സൈഡില്. മീൻ പിടിക്കുവാണോ? എന്ത് രസല്ലേ. മീനിനെ കണ്ടറിഞ്ഞ് ശരിയാ. എവിടെ മീനുള്ളത് നോക്കിട്ട് ഇവിടെ വാട്ടർ ഫ്ലോ ഉണ്ടല്ലോ. ഇവിടെ വാട്ടർ ഫ്ലോ ഉണ്ട്. ആ ഭാഗത്ത് ചെറിയൊരു ബീച്ചുണ്ട്, അതുപോലെ അപ്പുറത്തെ ഭാഗത്ത്. മീന് കിട്ടിയില്ല പുള്ളിക്ക് ഇതുവരെ. ബീച്ചിന്റെ കളറിലല്ലേ, മീൻസ് കടലിന്റെ ആ ഒരു കളറാണ് ഇതിന്റെ ഭംഗി. ബീച്ചില്ലല്ലേ, ചെറിയ ഒരു ഓ ബീച്ചല്ല അല്ലേ? ബീച്ചല്ല. ചെറിയൊരു സ്ഥലത്ത് മണ്ണുണ്ട്, പക്ഷെ അവിടെ നിൽക്കാനുള്ള സ്ഥലം പോലും ഇല്ല, തിരടിച്ചോണ്ട് പോകും. അവിടെയൊക്കെ മീൻ അതെയാ ഇങ്ങനെ കൂർത്തിരിക്കുന്നില്ലേ, അതൊക്കെ മീനാ. ആ ശരിയാണല്ലോ. ആ ഹായ്. മഴ പെയ്തിട്ട് ഓക്കെ കൊള്ളാല്ലേ. പക്ഷെ താഴെ ഇറങ്ങിയ ഓ പൊളി. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. നമ്മളൊരു കഫേയിൽ കയറിയല്ലേ ജ്യൂസ് കുടിക്കാൻ. നല്ല വ്യൂ ആ കഫേക്ക്. ഇതാണ് കഫേ, ഗേഗർ പോയിന്റ്. വ്യൂ.
ഈയിടെയായിട്ട് നല്ല വ്യൂ ഇല്ലാണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലെന്നായ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആ കഫേയിൽ വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. ചീപ്പാ, 3-1 ഇവിടെ ഇപ്പോൾ 1 മണിയായി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ജ്യൂസ് കുടിച്ചിട്ട് കാര്യമില്ല, പിന്നെയും പോയി ഫുഡ് കഴിക്കണ്ടേ. അപ്പം ഇവിടെ നിന്ന് തന്നെ ഫുഡും കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അപ്പം ഞാനൊരു റാമേൻ ഓർഡർ ചെയ്തു. രാഹുൽ മീഗോരങ്. നല്ല വ്യൂ ഒക്കെ കണ്ട് ഫുഡും കഴിച്ചിട്ട് പോവാന്ന് കരുതി. ഞങ്ങൾക്ക് റിസർവേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രോപ്പർ ടേബിളൊന്നും കിട്ടിയില്ല. ഇവിടെ എല്ലാവരും വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഞങ്ങൾക്ക് റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ ക്യൂവിൽ വെയിറ്റ് ചെയ്ത് നിന്ന് സൺസെറ്റ് കാണാം. അവിടെ സൺസെറ്റ് അടിപൊളിയായിട്ട് നടക്കുന്നല്ലേ. സൺസെറ്റൊക്കെ കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും അവിടെ തിരക്കുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് ബുക്ക് ചെയ്തിട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ടേബിൾ, ഇപ്പോൾ ഇവരൊക്കെ ഇരിക്കുന്ന പോലത്തെ നല്ലൊരു ടേബിളിൽ നമുക്ക് ഇരുന്ന് സൺസെറ്റൊക്കെ കാണാൻ പറ്റിയത്. അവർ തന്നെ ഫോട്ടോ ഒക്കെ എടുത്തു തരും. ഇവിടുത്തെ ആൾക്കാർ തന്നെ വന്നിട്ട് നമുക്ക് ഫോട്ടോയും എല്ലാം എടുത്തു തരും. ഇപ്പോൾ എന്താണ്, അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കറക്റ്റ് സൺസെറ്റിൻ്റെ ടൈമായിരുന്നല്ലേ. ഞങ്ങൾ അവർ വിചാരിച്ച് നമ്മൾ തിരിച്ചു പോകാമെന്ന്. വാ തിരിച്ചു പോവാം. കറക്റ്റ് സൺസെറ്റിന് നല്ല ഭംഗിയായിരുന്നു അല്ലേ സൺസെറ്റ്. വേണോന്നില്ല, വിശപ്പും ഇല്ല, പിന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിരിക്കും. നമ്മൾ അല്ലെങ്കിൽ പ്രോപ്പർ ബുക്ക് ചെയ്ത് ഇവിടുത്തെ അത്രയും കാശ് കൊടുത്തതാണെങ്കിൽ പ്രോപ്പർ സീറ്റിംഗ് ഇല്ലാതെ നമ്മൾ വെറുതെ കഴിച്ചിട്ട് കാര്യമില്ല. അതായത് ആ വ്യൂ ഒക്കെ കണ്ട് ബുക്ക് ചെയ്യണല്ലേ. അപ്പൊ കെച്ചക് ഡാൻസ് അല്ല, സൺസെറ്റ് വേണമെന്നില്ല. ഓ അങ്ങനെ. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സൺസെറ്റ് മിസ്സാവുന്നു. സിംഗിൾ അവിടെയും സൺസെറ്റ് ആണെങ്കിൽ. അപ്പം ഞങ്ങൾ ജസ്റ്റ് വന്ന വഴിക്ക് 2 ഫോട്ടോയും വീഡിയോയും എടുത്ത് ഇറങ്ങി. അവർ റിസർവേഷൻ ടേബിളൊക്കെ തന്നായിരുന്നല്ലേ, പക്ഷെ അതിൽ കാര്യമില്ല. നമ്മളവിടെ കൊടുത്താൽ അവരെവിടെയാന്ന് വെച്ചാൽ ഇരുത്തും, പക്ഷെ അത് കാര്യമില്ല അല്ലേ. നാളത്തേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഉള്ളുവാട്ടും മാറ്റുന്നില്ലേ, നല്ല സൈഡിലുള്ള ടേബിൾ മതി. സൺസെറ്റ് വേണമെന്നില്ല. മീൻസ് അതിലിരുന്ന് നമുക്ക് ഉച്ചക്കത്തെ ഫുഡാണെങ്കിലും ഇവിടെ നിന്നായാൽ മതി, കുഴപ്പമില്ല. പക്ഷെ സൺസെറ്റ് അല്ലേ ഭംഗി. അങ്ങനെയില്ല, പക്ഷെ അല്ലാതെ തന്നെ അത് അടിപൊളി ശരിക്കും. മറ്റേ അവരിയ്ക്കുന്ന കണ്ടില്ലായിരുന്നു, കപ്പിൾസൊക്കെ ഇരിക്കുന്ന സീറ്റിംഗ് കണ്ടില്ലായിരുന്നു, വന്നടിപൊളിയല്ലായിരുന്നു. ഉലന്താനൂല് പോയപ്പോൾ കണ്ടത് അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ, അതാണ് കെച്ചക് ഡാൻസ്. അത് നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇതാക്കുമ്പോഴേക്കും അതിന് ഒരു വേറെ. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ പരിപാടി എന്താ? ഇനി പരിപാടി നല്ല അടുത്തൊരു റെസ്റ്റോറൻറ്റ് തപ്പി കണ്ടുപിടിക്കാം. നല്ല ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് തപ്പി കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കാം.